പ്രാർത്ഥിച്ച് ആരംഭിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, നല്ല കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിന് നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവെ, കുടുംബങ്ങളായി വ്യക്തികളായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തരുന്ന ഈ സാവകാശത്തിന് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്റെ സന്നിധിയിലിരുന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലിരുന്നു കൊണ്ട് നിന്നെ ആരാധിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ, ജീവിതങ്ങളെ നിന്റെ മുൻപാകെ സമർപ്പിച്ച് അങ്ങയുടെ ആ ആത്മീയമായ അനുഭവത്തിൽ കർത്താവെ നിറയപ്പെടുവാൻ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണം. നിന്റെ പരിശുദ്ധാത്മാവിന്റെ തുണയും കൂട്ടായ്മയും ഞങ്ങൾക്ക് നൽകണം. കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തയേശുവിന്റെ തുല്യനാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമമഹത്വത്തിനും ആരാധനയുടെ ആരംഭത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 30-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. Amen.
ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കൃപ അരുളണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടണത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തി മൗനമായി നമ്മുടെ പാപങ്ങളെ ഏറ്റവും അനുതാപമുള്ള ഹൃദയത്തോടെ നമുക്ക് ഏറ്റുപറയാം. ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയാണ് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മനുഷ്യത്തോട് അനുസരിക്കുന്ന പ്രകാരം അനുസരിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുടെ പിതാവേ, വിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തുനിമിത്തം കൃപ ചെയ്യണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവുമാകും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ.
വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും ഇത് മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. വേദഭാഗങ്ങൾ വായിച്ച് കേൾക്കാവുന്നതാണ്. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 1 മുതൽ 12 വരെ. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 1 മുതൽ. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയുള്ളവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേടുകളിൽ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്ത് പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തിങ്കലും ഘോഷിക്കുന്നത്, പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എൻ്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചു കൊള്ളുവിൻ. മൂഢന്മാരെ വിവേകഹൃദയമുള്ളവരാകുവിൻ. കേൾപ്പിൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എൻ്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിന് ആയിരിക്കും. എൻ്റെ വായ സത്യം സംസാരിക്കും. ദുഷ്ടത എൻ്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. എൻ്റെ വായിലെ മൊഴി ഒക്കെ നീതിയാകുന്നു. അവയിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാനും തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു. വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. മനോഹരമായതെന്നും അതിന് തുല്യമാകുകയില്ല. ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു. പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. ഇവിടെ വായിപ്പാൻ നിശ്ചയിച്ച 1-ാം വേദഭാഗം വായിച്ചവസാനം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 119-ാം സങ്കീർത്തനം 97 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 119, 97 മുതൽ 104 വരെ. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടപെടാതെ അതെൻ്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളേക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുകൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്ന് കാൽ വിലക്കുന്നു. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത്. അതുകൊണ്ട് ഞാൻ സകല ഉയർത്തുന്നു. പരിശുദ്ധ
ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 38 വരെയുള്ള ദൈവവചനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 38 വരെ. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. താൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യക്കാരനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകുകയിൽ തേരിൽ ഇരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവൻ ന്യായം കിട്ടാതെ ആയിപ്പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തുകളയുന്നുവല്ലോ. ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയും? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അവൻ ഇങ്ങനെ വഴി പോകുകയിൽ വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. ഇവിടെ വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വായിച്ച് അവസാനിച്ചു. വചനധ്യാനത്തിന് മുൻപായി ജ്ഞാനകീർത്തനങ്ങളിൽ 188-ാമത്തെ കീർത്തനം. Hallelujah.
ഞങ്ങളുടെ നാഥനും ഗുരുവുമായ കർത്താവെ, അങ്ങയുടെ ദിവ്യമായ വചനങ്ങളെ കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഏകാഗ്രമാക്കണമേ. അങ്ങ് നൽകുന്ന ദിവ്യവചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന അനുഭവമായി തീരുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവെ ഞങ്ങളിൽ നീ പ്രവർത്തിക്കണമെന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടുകൾ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ അങ്ങ് നിയന്ത്രിക്കണമേ. നിങ്ങളിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ആത്മാവിൻ്റെ നിയന്ത്രണവും നിറവും ഞങ്ങൾക്ക് നൽകണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയമുള്ളവരെയും വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ആരാധനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നും നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ തന്നെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. തുടർന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള സാഹചര്യമുണ്ടാകും എന്ന് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രതീക്ഷിക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുവാനായിട്ട് സാധിക്കുക. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് ആ കാര്യത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് എഡ്യൂക്കേഷൻ സൺഡേ എന്ന രീതിയിലാണ് ആരാധന ക്രമീകരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ ഞായർ എന്നുള്ള അനുഭവത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാനാണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചതായിട്ടുള്ള ഒരു വിഷയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ടീച്ചേഴ്സ് ഏജൻറ്റ്സ് ഓഫ് ലിബറേഷൻ എന്നുള്ളത്. അധ്യാപകർ വിമോചനത്തിൻ്റെ സന്ദേശവാഹകർ എന്ന് അതിനെ വിവക്ഷിക്കുവാനായിട്ട് സാധിക്കും. അധ്യാപകർ നമുക്കെല്ലാം അറിയാം, സെപ്റ്റംബർ മാസം 5-ാം തീയതി, അതായത് ഇന്നലെ നമ്മൾ അധ്യാപക ദിനമായിട്ട് ആഘോഷിച്ചു, കൊണ്ടാടി. അതിനോടനുബന്ധിച്ച് CSI സഭ ഈ വിഷയത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മഹാനായ ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രീമിയറായിരുന്ന പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ S. രാധാകൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. 1885 സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജനന തീയതി. അദ്ദേഹം സമൂഹത്തിന്, രാജ്യത്തിന് നൽകിയ സംഭാവനകളെയൊക്കെയും വിലമതിച്ചു വിടാത്ത വലിയ ആ നന്മകളെയൊക്കെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിച്ച് വരികയാണ്. സമൂഹ നിർമ്മിതിയിൽ, ഒരു രാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ, അതിനെ നിർമ്മിച്ചെടുക്കുന്നതിൽ അധ്യാപകർക്കുള്ള പങ്ക് വളരെ ശ്രേഷ്ഠമായ ഒരു പങ്ക് തന്നെയാണ്. ആധുനിക കാലത്ത് പുതിയതായി രൂപപ്പെട്ടു വരുന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അധ്യാപനത്തിലുള്ള സ്കോപ്പ് വർദ്ധിച്ചു വന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പല മീഡിയകളും ഉപയോഗിച്ച്, പല മുഖാന്തരങ്ങളും ഉപയോഗിച്ച് കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് അധ്യാപകർക്ക് ഇപ്പോൾ അവരുടെ ആശയങ്ങളെ പങ്കുവയ്ക്കുവാൻ, അവരെ രൂപപ്പെടുത്തുന്ന വലിയ പ്രക്രിയയിൽ പങ്കാളിയായി തീരുവാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വലിയ സാധ്യതകൾ ഈ നാളുകളിൽ വർദ്ധിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്താണ് ഒരു അധ്യാപകൻ്റെ ഡ്യൂട്ടി, റോള്, അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുവാനും ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരു അനാളജി ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ഒരു രൂപമില്ലാതെ കിടക്കുന്ന ഒരു പാറക്കഷ്ണത്തിൽ നിന്ന്, ഒരു കല്ലിൽ നിന്ന് മനോഹരമായ ഒരു ശില്പം കൊത്തിയെടുത്ത് പുറത്തു കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് അധ്യാപകൻ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രൂപമില്ലാതിരിക്കുന്ന, ഭാവമില്ലാതിരിക്കുന്ന, വിലയില്ലാതിരിക്കുന്ന ഒരു ശിലയിൽ നിന്ന് ഒരു ശില്പത്തെ അവർ മനസ്സിൽ കണ്ട്, അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളെയും മനസ്സിൽ കണ്ട് അതിനെ ആ ശിലയുടെ ഉള്ളിൽ നിന്ന് കൊത്തിയെടുത്ത് പുറത്തു കൊണ്ടുവരുന്ന വലിയ പ്രക്രിയയാണ് അധ്യാപകർ ചെയ്യുന്നത് എന്ന് നമുക്കിതിനോടനുബന്ധിച്ച് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ അധ്യാപകൻ്റെ റോള്, ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ രൂപമില്ലാതെ കിടക്കുന്ന, മൂല്യമില്ലാതെ കിടക്കുന്ന അനുഭവങ്ങളെ മൂല്യമുള്ളതാക്കി തീർക്കുന്നതാണ്, വിലയുള്ളതാക്കി തീർക്കുന്നതാണ്, രൂപമുള്ളതാക്കി തീർക്കുന്നതാണ്, ആകർഷത ഉള്ളതാക്കി തീർക്കുന്നതാണ് ഈ അധ്യാപകൻ്റെ ഡ്യൂട്ടി. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അപ്രകാരം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും.
ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ശ്രമകരമായ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഈ സാഹചര്യത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നമ്മുടെ ഇടവകയിലുള്ള എല്ലാ അധ്യാപകരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതത്തിലായിരിക്കുന്ന അധ്യാപകരെയും സമൂഹത്തിന്, സഭയിൽ, രാജ്യത്തിന് വേണ്ടി അവർ ചെയ്തതായിട്ടുള്ള സേവനത്തെയും ഒക്കെ ഓർത്ത് തലമുറകളെ വാർക്കുന്നതിൽ അവർ ചെയ്തതായിട്ടുള്ള വലിയ സേവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവർക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. അധ്യാപന വൃത്തിയിൽ ഒരു റോൾ മോഡൽ ആരാണ് നമുക്ക് എന്ന് ചോദിച്ചാൽ, ആരെയാണ് നമുക്കൊരു റോൾ മോഡലായിട്ട് എടുക്കുവാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനികളായിട്ടുള്ള നമുക്ക് പിൻപറ്റുവാൻ, റോൾ മോഡലായിട്ട് എടുക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്ന് നമുക്കറിയാം. ഈ ലോകത്ത് നിസ്സംശയം പറയുവാൻ സാധിക്കുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരിൽ ഏറ്റവും ഉന്നത സ്ഥാനീയനായ ക്രിസ്തു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് അവിടെ പറയുന്നു. നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറയുന്നു. കർത്താവ് ഒരു ഗുരുവാണ്. കർത്താവ് ഒരു റോൾ മോഡലായ അധ്യാപകനാണ്. ഈ റോൾ മോഡലായ അധ്യാപകൻ അല്ലെങ്കിൽ ഗുരുവായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളും അപ്രകാരം പോയി അനേക ജാതികളെ നിങ്ങളുടെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ എന്ന് അവിടെ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തെ ഒരു അധ്യാപക റോൾ മോഡൽസായി മാറേണ്ടതിന് വചനമയച്ച് അവരെ ലോകത്തേക്ക് അയക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ലോകം കർത്താവിൻ്റെ ശിഷ്യന്മാർ മാത്രമല്ല, കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചുറ്റുപാടുമുണ്ടായിരുന്ന മനുഷ്യരൊക്കെയും ലോകമൊക്കെയും അവനെ ഒരു ടീച്ചറായി, അധ്യാപകനായി, ഗുരുവായി അംഗീകരിച്ചിരുന്നു എന്ന് പുതിയ നിയമം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഏകദേശം 60-ലധികം പ്രാവശ്യം കർത്താവിനെ ടീച്ചർ അല്ലെങ്കിൽ ഗുരു എന്ന അർത്ഥം വരുന്ന വാക്കുകൾ അഭിസംബോധന ചെയ്തിരുന്നത് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ ഒരിക്കൽ ഇത് സ്വയമായി പറയുന്നുണ്ട്. താൻ ഒരു ഗുരുവാണെന്ന് കർത്താവ് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിക്കോദീമോസ് കർത്താവിനോട് പറയുന്നു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി കടന്നു വന്നിരിക്കുന്നുവെന്ന് കർത്താവിനെ നോക്കി നിക്കോദീമോസ് സാക്ഷ്യപ്പെടുത്തുന്നത് കാണാൻ സാധിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 29-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരെ ഉപദേശിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, പരമ്പരാഗതമായ അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന, വചനത്തെ പഠിപ്പിക്കുവാൻ ശ്രമകരമായ പദ്ധതിയിൽ ഏർപ്പെട്ടിരുന്ന ഈ ശാസ്ത്രിമാരെ പോലെയല്ല, അതിലും ശ്രേഷ്ഠമായ ഒരനുഭവം, അധികാരത്തിൻ്റെ ഒരു അനുഭവമുള്ളവനായി അവൻ ഉപദേശിച്ചു, പഠിപ്പിച്ചു എന്ന് ഇവിടെ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ അത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ഗുരുവിൻ്റെ ശിഷ്യന്മാർ ലോകത്തെ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഓരോരുത്തരും ഈ ഗുരുവിൻ്റെ ശിഷ്യന്മാരായി ലോകത്തെ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെയും അടിസ്ഥാനം യേശു പഠിപ്പിച്ചതായിട്ടുള്ള, കർത്താവ് പറഞ്ഞതായിട്ടുള്ള വചനം തന്നെയാണ് എന്ന് നമുക്കറിയാം. ആ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളാണ് നാം ഇന്ന് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ലോകത്തെ നാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ വാല്യൂസ്, കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അതിന് മൂല്യമുള്ളത് കൊണ്ടാണ് ഇന്നും അപ്രകാരം അത് നാം തുടരുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അധ്യാപകർ വിമോചനത്തിന് സന്ദേശവാഹകർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അധ്യാപകർ വിമോചകർ എന്നുള്ള അർത്ഥത്തില്ല. ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും ഒരു പ്രത്യേക അധ്യാപക വിഭാഗത്തെക്കുറിച്ച് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ അനുയായികളായി, ക്രിസ്തു ശിഷ്യന്മാരായി, ക്രിസ്ത്യാനികളായ, കർത്താവിനെ പിൻപറ്റുന്ന, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന സകല മനുഷ്യരും വിമോചകർ എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിവിടെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ അധ്യാപകർക്ക് അല്ലെങ്കിൽ വിമോചകർക്കുള്ള പ്രസക്തിയെക്കുറിച്ച്, ലോക ആരംഭം മുതൽ ഇന്ന് വരെയുള്ള പ്രസക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ നാം ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമുക്കെല്ലാം വളരെ ബോധ്യമുണ്ട്. നാം
അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരു ശിലയിൽ ഒളിഞ്ഞിരിക്കുന്ന ശില്പത്തെ പുറത്തു കൊണ്ടുവരുന്ന, അത് മനോഹരമായ ഒരു ശില്പമാക്കി പുറത്തു കൊണ്ടുവരുന്ന വലിയൊരു ഡ്യൂട്ടി ഞാനും നിങ്ങളും ഇന്ന് ഈ ലോകത്ത് ചെയ്യുവാനുണ്ട് എന്ന് ഇതിനോടനുബന്ധിച്ച് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ലോക ചരിത്രത്തിൽ തന്നെ ഇതുവരെ നാം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ യേശു ക്രിസ്തു തന്നെ നമുക്ക് മുൻപിൽ അത് എപ്രകാരം ചെയ്യണം എന്ന് തൻ്റെ വചനത്തിലൂടെ, തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. കർത്താവിൻ്റെ എല്ലാ പഠിപ്പീരുകളിലും വചനത്തിലും ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വച്ചിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ലിബറേഷൻ അല്ലെങ്കിൽ വിടുതൽ അല്ലെങ്കിൽ വിമോചനം തന്നെ ആയിരുന്നു എന്ന് വചനത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയുവാനായിട്ട് സാധിക്കും. ഇന്ന് പ്രായോഗിക ജീവിത പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ വചനം തന്നെ ഒരു സദ്ഗുരുവായി നമ്മോടൊപ്പമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അവൻ സദ്ഗുരുവായിരുന്നു, അവൻ ഗുരുവായിരുന്നു, അവൻ അധ്യാപകനായിരുന്നു, അവൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നു, സദ്ഗുരുവായി നമ്മോടൊപ്പമുണ്ട്. അവൻ നമ്മെ നയിക്കുന്നു, നമ്മെ നടത്തുന്നു, നന്മതിന്മകളെ തിരിച്ചറിയുവാൻ, നല്ലത് തിരഞ്ഞെടുക്കുവാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്നും നമ്മോടുകൂടിയുണ്ട് എന്ന്, അത് നമ്മുടെ ഉള്ളിൽ നിറയുകയും നമ്മെ പരിപൂർണരാക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം നാം സ്വീകരിക്കുക മാത്രമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് നാം ശിഷ്യപ്പെടുകയാണ് നാം ചെയ്യേണ്ടത് എന്ന് ഞാൻ ഈ സമയത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ ഇവളൊരു ദൈവത്തിൻ്റെ വചനത്തിന് നാം ശിഷ്യന്മാരായി തീരുന്നതോടുകൂടെ, ദൈവത്തിൻ്റെ വചനത്തിന് നാം കീഴ്പ്പെടുന്നതോടുകൂടെ ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ഈ ലോകത്തെ വിമോചിക്കുന്ന ഗുരുക്കന്മാരായി, അധ്യാപകരായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരുവാൻ സാധിക്കും എന്ന് ഈ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പറയുവാൻ കഴിയും. സദൃശവാക്യം 8-ാം അധ്യായം നമ്മൾ 1-ാം പാഠമായി വായിച്ചു കേട്ടു. സദൃശവാക്യം 8 അതിൻ്റെ 1 മുതൽ 12 വരെ, അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ എൻ്റെ വായിലെ മൊഴികളൊക്കെ നീതിയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ മൊഴികൾ ദൈവത്തിൻ്റെ വചനം എല്ലാം നൽകിയിരിക്കുന്നത്, ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് എന്ന് പറയുന്നു. ദൈവവചനം നീതിയാകുന്നു, അതിൽ വക്രതയും വികടവുമില്ല, പരിജ്ഞാനം ലഭിച്ചവർക്ക് അത് നേരുമാകുന്നു എന്ന് സദൃശവാക്യം 8-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നീതിയാകുന്നു, അത് നന്മയാകുന്നു, അതിൽ പരിജ്ഞാനമുണ്ട്, അതിൽ നേരുണ്ട് എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 119-ന്റെ 97 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ ഇന്ന് വായിച്ചു കേട്ടു. നിന്റെ കൽപ്പനയാൽ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ഞാൻ ബുദ്ധിമാനാകുന്നു എന്ന്. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു എന്ന് അവിടെ പറയുന്നു. നിന്റെ വചനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്, അവ എന്നെ എൻ്റെ സകല ഗുരുക്കന്മാരിലും ബുദ്ധിമാന്മാരാക്കുന്നു. എൻ്റെ ശത്രുക്കളെക്കാൾ, എൻ്റെ ഗുരുക്കന്മാരെക്കാൾ എന്നെ ശ്രേഷ്ഠനാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് അവിടെ പറയുന്നു. ഞാൻ അവയെ അനുസരിക്കിയാൽ വയോധികന്മാരിലും വിവേകമേറിയവരായിത്തീരുന്നു. ദുർമാർഗത്തിലേക്ക് പോകുന്നതിൽ നിന്ന് വചനം എന്നെ വിലക്കുന്നു. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. ഞാൻ വിവേകമുള്ളവനായിത്തീരുന്നു എന്ന് സങ്കീർത്തനം 119 നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 8-ാം അധ്യായം 26 മുതൽ നമ്മൾ വായിച്ചു കേട്ടു. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 8-ാം അധ്യായം 26 മുതൽ 38 വരെ 2-ാം വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. എത്യോപ്യ രാജ്ഞിയുടെ ഉദ്യോഗസ്ഥനായ ഷണ്ടൻ ദൈവത്തിൻ്റെ വചനം അറിയുന്നതിന് ഫിലിപ്പോസിനോട് ചേർന്ന് അവിടെ ആയിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പോസ് ദൈവത്തിൻ്റെ വചനം ഈ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവൻ കർത്താവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടു. സന്തോഷത്തോടെ അവൻ മടങ്ങിപ്പോകുന്നത് അവിടെ കാണാൻ സാധിക്കും. വളരെ ആകുലനായി, വളരെ പ്രയാസമുള്ളവനായി, ഹൃദയത്തിൽ വളരെ ഭാരമുള്ളവനായി അവന് ഈ തേരിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം അവനെ സന്തോഷമുള്ളവനായി രൂപാന്തരപ്പെടുത്തുന്നത് അവിടെ കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകമാനമായ ഒരു രൂപാന്തരം ഈ ഷണ്ടന്റെ ജീവിതത്തിൽ നമുക്കവിടെ കാണാം. ഈ ഫിലിപ്പോസിന്റെ ഈ അധ്യാപന പ്രവൃത്തിയിലൂടെ അവൻ ദൈവത്തിൻ്റെ വചനം ഈ മനുഷ്യനെ പഠിപ്പിക്കുന്നതിലൂടെ അവിടെ ആ മനുഷ്യന്റെ ജീവിതത്തിന് രൂപാന്തരം സംഭവിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഫിലിപ്പോസ് ഇവിടെ ചെയ്തത് ഈ മനുഷ്യനെ നോക്കി വായിച്ച് മനസ്സിലാക്കുവാൻ സാധ്യമല്ലാതിരുന്ന അനുഭവങ്ങളെ
അതിൻ്റെ പൊരുൾ ഇവിടെ ഫിലിപ്പോസ് ഈ മനുഷ്യന് തിരിച്ചു നൽകി, വേർതിരിച്ച് നൽകി എന്നുള്ള വലിയ സത്യമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നാം ഈ ലോകത്ത് ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ ലോകത്തിന് തിരിച്ചു കൊടുക്കുക, അത് വിവേചിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ള വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് ഇതിനോടനുബന്ധിച്ച് ചേർത്ത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടു, അധികാരത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനം ക്രിസ്തു അവിടെ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അധികാരം അവനെ ശാസ്ത്രിമാരിലും ശ്രേഷ്ഠനാക്കി തീർത്തു എന്ന് കാണുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ ഈ ഫിലിപ്പോസ് ആ മനുഷ്യന് വേർതിരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുവരെ നാം ചിന്തിച്ചത് ദൈവത്തിൻ്റെ വചനം അത് നമ്മെ നയിക്കുന്ന, നമ്മെ നടത്തുന്ന സദ്ഗുരു അല്ലെങ്കിൽ ഗുരു, അധ്യാപകൻ, ടീച്ചർ എന്നുള്ള അനുഭവത്തിൽ നിന്നാണ് നാം ചിന്തിച്ചത്. വചനം ഒരു അധ്യാപകൻ എന്നുള്ള അനുഭവത്തെയാണ് നമ്മളിവിടെ ചിന്തിക്കുവാനായിട്ട് ശ്രമിച്ചത്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം അധ്യാപകനായ, വഴികാട്ടിയായ, നന്മ തിന്മകളെ തിരിച്ചറിയാൻ സാധിക്കുന്ന, നീതി പ്രവർത്തനത്തിനായി നമ്മെ ശക്തീകരിക്കുന്ന ഒരു അനുഭവം അവിടെ ഉണ്ട് എന്നാണ് നാം ചിന്തിച്ചത്. ഒരു വിടുതലിൻ്റെ സന്ദേശം, ഒരു അധികാരത്തിൻ്റെ സന്ദേശം അതിലുണ്ട് എന്ന് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവജനത്തിന് ഒരു ലിബറേഷൻ ആ വചനത്തിലൂടെ, ഒരു വിടുതൽ, ഒരു വിമോചനം ആ വചനത്തിലൂടെ സാധ്യമാകുന്നു എന്നും നമ്മളവിടെ ചിന്തിക്കുവാനായിട്ട് ഇടയായി. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അനുഭവവും ഫിലിപ്പോസിൻ്റെ അനുഭവവും ഒക്കെയും എത്യോപ്യ രാജ്ഞിയുടെ ഉദ്യോഗസ്ഥനായ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായതായിട്ടുള്ള അനുഭവമൊക്കെയും ഈ പരിവർത്തനത്തിനൊക്കെയും കാരണമായി തീർന്നത് ദൈവത്തിൻ്റെ വചനമായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മളുടെ റോൾ മോഡലായ കർത്താവായ യേശു ക്രിസ്തു എന്ന വിമോചകനായ, അധ്യാപകനായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അവിടെ 3 അനുഭവങ്ങളെ അവൻ്റെ ജീവിതത്തിൽ ഈ വിമോചന പ്രവർത്തനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1 പ്രവാചകൻ, 2 പുരോഹിതൻ, 3 രാജാവ്. പ്രോഫറ്റ്, പ്രീസ്റ്റ് ആൻഡ് കിങ്. 3 അനുഭവങ്ങളും ഒത്തുചേരുന്നതായിരുന്നു കർത്താവ് എന്ന ഈ ലിബറേറ്ററിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന അനുഭവം എന്ന് നമുക്കവിടെ കാണാം. പ്രവാചകൻ എന്നുള്ള അർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്ന വലിയ ദൗത്യം കർത്താവ് അവൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്ന് നമുക്ക് കാണാം. വെറും ഭാവി പ്രവചനമല്ല, ദൈവത്തിൻ്റെ മനസ്സിനെ ലോകത്തിന്, ദൈവജനത്തിന് അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാർക്ക് അവൻ വെളിപ്പെടുത്തി കൊടുത്തു എന്ന വലിയ ദൗത്യമാണ് കർത്താവിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. രണ്ടാമത് അവിടെ കാണുന്ന പുരോഹിതൻ എന്നുള്ള അർത്ഥത്തിൽ, പുരോഹിതൻ എന്നുള്ള നിലയിൽ ക്രിസ്തു പഴയ നിയമ പുരോഹിതന്മാരുടെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തനായി ഒരേ സമയം അവൻ യാഗവും യാഗമൃഗവുമായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കും. യാഗമൃഗവും അതിനോടൊപ്പം തന്നെ യാഗം കഴിക്കുന്ന പുരോഹിതനുമായി കർത്താവിനെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. യാഗത്തിലൂടെ ഒരു വലിയ കൂട്ടായ്മ, മനുഷ്യരുമായുള്ളൊരു കൂട്ടായ്മ, ദൈവവുമായുള്ളൊരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ് അവിടെ സാധ്യമാക്കി എന്ന് നമുക്ക് കാണാം. ഒന്നാമത് നമ്മൾ കണ്ടു, കർത്താവ് എന്ന ലിബറേറ്ററിൽ ഒരു പ്രവാചകന്റെ അനുഭവം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതായിട്ടുള്ള ഒരു കണ്ണാടി പോലെ അവൻ അവിടെ പ്രവർത്തിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു. പുരോഹിതൻ എന്നുള്ള അനുഭവത്തിൽ അവൻ യാഗമൃഗമാവുകയും പുരോഹിതനാവുകയും ചെയ്ത ഒരേ അനുഭവം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ആ അനുഭവത്തിലൂടെ അവൻ യാഗവും പുരോഹിതനുമായ അനുഭവത്തിലൂടെ മനുഷ്യരോടും ദൈവത്തോടുമുള്ള ഒരു ഫെലോഷിപ്പ് സാധ്യമാക്കി എന്ന് നമുക്കവിടെ കാണാം. അടുത്തത് അവൻ രാജാവ് എന്നുള്ള അനുഭവത്തിൽ കർത്താവ് നമ്മോടുകൂടെ, ഇമ്മാനുവലായി നമ്മോടുകൂടെ എന്ന അർത്ഥത്തിലും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലും നമുക്ക് അവിടെ അത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവൻ രാജ അനുഭവത്തെക്കാൾ ഉപരിയായി അവനൊരു സെർവൻ്റായ, ഒരു ശുശ്രൂഷകനായ ഒരു അനുഭവം ഈ രാജാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഉന്നത അനുഭവവും ഒരു താഴ്മയുള്ള അനുഭവവും ഒരുപോലെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിമോചനായ ക്രിസ്തുവിനെ, ഈ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിന് ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുന്നതിലൂടെ, സ്വീകരിക്കുന്നതിലൂടെ സാധ്യമായി തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ, നമ്മുടെ ചുറ്റുപാടുകളുടെ വിമോചന പ്രക്രിയയിൽ, മറ്റു മനുഷ്യരുടെ ജീവിതത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ നാം ഭാഗമാകണമെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ,
ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുഭവങ്ങളെ നമ്മുടേതാക്കി നാം തീർക്കണം എന്ന് ഇവിടെ വചനം നമ്മെ ഓർപ്പിക്കുക. യാഗമായി തീരുന്ന അനുഭവമുണ്ട്, ഫെലോഷിപ്പിൻ്റെ അനുഭവമുണ്ട്, ഒരു സെർവൻറ്റിൻ്റെ അനുഭവം അവിടെ നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് കഴിയണം. ഒരു വിമോചനത്തിൻ്റെ അനുഭവത്തിൽ ഒരു വിമോചകൻ്റെ, ഒരു അധ്യാപകൻ്റെ, ഒരു വിടുതലിൻ്റെ അനുഭവം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ഒരു യാഗം കഴിക്കുന്നതിൻ്റെ അനുഭവം, ഒരു കൂട്ടായ്മയുടെ അനുഭവം, ഒരു സെർവൻറ്റിൻ്റെ അനുഭവം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതൊക്കെയും നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഇവിടെ പഠിപ്പിക്കും. ഞാൻ എൻ്റെ പ്രസംഗത്തെ അവസാനിപ്പിക്കട്ടെ. നാം ഇതുവരെയും ചിന്തിച്ചത് ക്രിസ്തു ഒരു ലിബറേറ്ററാണ്. ദൈവത്തിൻ്റെ വചനം ലിബറേഷൻ സാധ്യമാക്കുന്നു, വിമോചനം സാധ്യമാക്കുന്നു. ഈ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മെ ഓരോരുത്തരെയും വിമോചകരാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെ വിമോചിപ്പിക്കുന്ന അനുഭവം, രൂപമില്ലാതെ, മൂല്യമില്ലാതെ, വിലയില്ലാതെ കിടക്കുന്ന ഈ മനുഷ്യജീവിതങ്ങളെ മൂല്യമുള്ളതാക്കി തീർക്കുന്ന, വിലയുള്ളതാക്കി തീർക്കുന്ന, രൂപഭംഗി വരുത്തുന്ന ഒരു വലിയ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിലും ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് നാം കീഴ്പ്പെടുന്നുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ വചനത്തിന് നാം കീഴ്പ്പെടുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നാം കീഴ്പ്പെടുന്നുവെങ്കിൽ, നാം ഓരോരുത്തരും ഈ ലിബറേറ്റർ, വിമോചകൻ എന്നുള്ള അനുഭവത്തിൽ മുന്നോട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആയുസ്സിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ ദിവസവും അപ്രകാരമുള്ള അനുഭവത്തിൽ മുന്നോട്ട് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് തലകളെ ഉണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല കർത്താവേ, അങ്ങയുടെ വിമോചനത്തിൻ്റെ സന്ദേശം ഈ ലോകത്തിന് കൊടുപ്പാൻ കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ നിന്റെ ദിവ്യമായ വചനം ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും രൂപാന്തരപ്പെടുത്തുന്ന, സകലത്തെയും വിമോചിപ്പിക്കുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന, രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്ന അങ്ങയുടെ ദിവ്യമായ വചനം ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനേകർ കൊടുക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവെ, യാഗം കഴിക്കുന്ന അനുഭവം, കർത്താവ് ഒരു കൂട്ടായ്മയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ, കർത്താവെ ഒരു ശിഷ്യത്വത്തിൻ്റെ അനുഭവം, ഒരു സെർവൻറ്റിൻ്റെ അനുഭവം കർത്താവിനെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ ഒരുക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സൗസ്വത്തിൻ്റെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ അധ്യാപകരെയും ഓർക്കുന്നു. അവരുടെ സേവനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ദൈവവചനത്തിൻ്റെ ശക്തിയുള്ളവരായി, അനേകരെ രൂപാന്തരപ്പെടുത്തുന്ന അധ്യാപകരായി ഈ ലോകത്ത് ജീവിപ്പാനിടയാക്കണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. സർവശക്തനായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം സംസർഗത്തിലേറി സർവശുദ്ധികളാവായിരിക്കും അവിടെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. തുടർന്ന് നമുക്ക് മധ്യസ്ഥത ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളെ ദൈവം മുൻപാകെ നമുക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാം. നമ്മുടെ സഭയെ സമർപ്പിക്കാം, എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം, വ്യക്തിജീവിതങ്ങളെ സമർപ്പിക്കാം. വിവിധങ്ങളായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഓർക്കാം. ശാരീരികമായ പ്രയാസങ്ങളോ കഷ്ടതകളോ രോഗങ്ങളോ
ഒക്കെയും അനുഭവിക്കുന്ന വ്യക്തികളെയും അവരെ ശുശ്രൂഷിക്കുന്ന പ്രിയമുള്ളവരെയും നമുക്ക് ഹൃദയമായി ഓർക്കാം. ആവശ്യഭാര്യങ്ങളുമായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന അനേകരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഈ സമയത്ത് നമുക്ക് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിൻ്റെ ബലഹീനതയിലുള്ളവർ, ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി പി എം വർഗീസംഘങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബലഹീന അനുഭവങ്ങളിലായിരിക്കുന്നു. ശരീരത്തിന് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ക്യാൻസറിൻ്റെ മാരകമായ അനുഭവങ്ങളിലൂടെ ചികിത്സകൾ നേടുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റു വിധത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവരെ, മാനസികമായ പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും സാമ്പത്തികമായ ഞെരുക്കങ്ങളൊക്കെയും അനുഭവിക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും, ജീവിക്കുവാനായിട്ട് പ്രയാസപ്പെടുന്നവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സേവന രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഡോക്ടർമാരെയും നഴ്സുമാരെയും, സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ ഓരോരുത്തരെയും ദൈവത്തിനെ സംരക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അവർക്കൊക്കെയും ലഭ്യമാകുവാൻ ദൈവത്തിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന നമ്മുടെ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ അവിടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കോവിഡ് പോസിറ്റീവായി ചികിത്സ നേടിയിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. അവരെ ചികിത്സിക്കുന്നവരെ, അവരെ ശുശ്രൂഷിക്കുന്നവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ സഭകളെയും ഓർക്കാം. സഭാ നേതൃത്വങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ CSI സഭ, അതിൻ്റെ എല്ലാ മഹായിടവകൾ, കൊച്ചിൻ മഹായിടവക, അതിന് നേതൃത്വം നൽകുന്ന തിരുമേനി, മറ്റ് ഓഫീസ് ബാരേഴ്സ്, എല്ലാ പ്രിയമുള്ളവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ പട്ടക്കാരെയും സഭാ ശുശ്രൂഷകരെയും ഉപദേശിമാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. മിഷണറിമാരെ ഓർക്കാം. അവർക്കൊക്കെയും വേണ്ടതായിട്ടുള്ള സംരക്ഷണവും ആത്മീയമായ ചൈതന്യവും നിറവും ഈ നാളുകളിൽ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഒരു പ്രാവശ്യം നമ്മുടെ ദൈവം മുൻപാകെ കൊണ്ടുവരാം. ജാസ്പറിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഓർക്കാം. പ്രിയമക്കൾക്ക് ആശ്വാസവും സമാധാനവും ദൈവം നൽകി അവരെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കുശി തോമസ് അങ്ങളുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടതായിട്ടുള്ള ആശ്വാസവും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേയും വിവാഹ വാർഷികവും ആഘോഷിച്ച എല്ലാ പ്രിയമുള്ളവരെയും പ്രത്യേകമായിട്ട് ഓർക്കാം. ഫെബിൻ ആൽബർട്ട്, ജെഫ്രി ജോർജ് എബ്രഹാം, ടിയാറ ലിസ് ജോർജ്, ജെബിൻ ജോ ക്രിസ്റ്റിൻ, മാത്യു ജി, സുഷമ ചാക്കോ, ജോയി സാമുവൽ, അനു ജോസഫ്, ഗെയിലിഷ് കെ ജോർജ്, കെവിൻ ഫിലിപ്പ് എബ്രഹാം, ഷൈനി ലെസ്ലി, അനിൽ ജോൺ, അനുപ്രഭ റോണി എന്നീ പ്രിയമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയമുള്ളവരെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ കൂട്ടായ്മയും ശക്തി നിന്റെ മക്കൾക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുവാൻ, അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി തരുവാൻ കുടുംബങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കേണ്ടതിനായി കഴിഞ്ഞ ആഴ്ച വിവാഹ വാർഷികം ആഘോഷിച്ച എല്ലാ പ്രിയമുള്ളവരെയും കുടുംബങ്ങളായ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാഗാനമായ കൺവെൻഷൻ പാട്ടുപുസ്തകത്തിലെ 46-ാമത്തെ പാട്ടിൻ്റെ ആദ്യത്തെ 4 ചരണങ്ങൾ.
ചെയ്യുവാൻ ഇന്നെനിക്കു വന്നു നേടുന്നതെല്ലാം നിന്നിതാവാനെന്നു ഞാനറിയുന്നു. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധവാൻ. എന്റെ ഇഷ്ടമൊന്നും വേണ്ടതില്ല, എന്റെ ഇഷ്ടമെങ്കിൽ ബോധമാകണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ടതില്ല, എന്റെ ഇഷ്ടമെങ്കിൽ ബോധമാകണേ. കടലിലെ മോടികളുമല്ല അറിയുന്നു. ഉന്നതൽ നിലാത്തോ വീഴണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടും. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധവാൻ. എന്റെ ഇഷ്ടമൊന്നും വേണ്ടതില്ല, എന്റെ ഇഷ്ടമെങ്കിൽ ബോധമാകണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ടതില്ല, എന്റെ ഇഷ്ടമെങ്കിൽ ബോധമാകണേ. വാഴ്ത്തപ്പെട്ട ദൈവമേ, നല്ല കർത്താവ്, വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുമായി ആവശ്യഭാരങ്ങളുമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും ആവശ്യങ്ങളെയും സങ്കടങ്ങളെയും ഞങ്ങളുടെ പ്രിയമുള്ളവരെയും കർത്താവിന് മുൻപാകെ സമർപ്പിക്കുവാൻ നീ തന്ന സാവകാശത്തിനായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ ഇതിൻ്റെ വാഴ്ത്തുന്നു. ഞങ്ങൾ കർത്താവിന് മുൻപാകെ സമർപ്പിച്ച ഞങ്ങളുടെ യാചനകളുടെ മേൽ നീ പ്രവർത്തിച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ചോദിച്ചതിലുള്ള കർത്താവെ തെറ്റുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധികമായി നിന്റെ സന്നിധിയിൽ കർത്താവെ കടന്നു വന്ന് അധികമായി കർത്താവെ നന്മകളെ പ്രാപിപ്പാൻ വീണ്ടും വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നിന്റെ മുഖത്തേക്ക് നോക്കി കർത്താവ് വിടുതലും ആശ്വാസവും സമാധാനവും സൗഖ്യവും നന്മകളും പ്രാപിപ്പാൻ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയോടെ സമർപ്പിച്ച ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ മേലും നീ പ്രവർത്തിച്ച് ഞങ്ങളെ അധികമായി അനുഗ്രഹിച്ച് മുന്നോട്ട് നയിക്കണമെന്ന് വീണ്ടും ഞങ്ങൾ യാചിക്കുന്നു. സമസ്തത്തിന് മുൻപാകെ സമർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ക്രിസ്തയേശുവിന്റെ തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥനകളും സ്തുതികളും സ്തോത്രങ്ങളും ഒക്കെ കൈക്കൊണ്ടിരിക്കാൻ പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കർമ്മങ്ങളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായും ആദരകർമ്മയ്ക്കായും ഞങ്ങൾ നിനക്ക് മഹാവിനെയും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതിനും ഈ ലോകത്തെ വീണ്ടെടുത്ത കൃപാവഴികൾക്ക് വേണ്ടി പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായപ്പെടാൻ ആളുകളൊക്കെയും വിശുദ്ധിയോട് നീതിയോട് അങ്ങനെ ഞങ്ങൾ അതിനോട് മാത്രമല്ല ഞങ്ങളുടെ കൂടുതൽ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും സകല കർമ്മങ്ങളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ അവനെന്ന പരിശുദ്ധാത്മാവിനും സകല ബഹുമാനങ്ങൾക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ മുഖാന്തരം കൃപ അരുളേണമേ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരാധനയിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയും സപ്പോർട്ടും സാമ്പത്തികമായ സഹായ സഹകരണങ്ങളുമൊക്കെയും തുടർന്ന് സഭയ്ക്ക് നൽകണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ കളക്ഷൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭവനങ്ങളിൽ കവറുകൾ ലഭിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അടുത്ത 4 മാസത്തേക്കുള്ള കവറുകളാണ് നൽകുന്നത്. അതിൽ മാസാവസാനം ഓരോ ആഴ്ചയിലെ ഓഫർട്രി അതുപോലെ സ്പെഷ്യൽ ഓഫറിങ്സ് ഓരോന്നായി സമർപ്പിച്ച് ഭവനങ്ങളിൽ വെക്കേണ്ടതാണ്. ബാങ്ക് ട്രാൻസ്ഫേഴ്സ് ചെയ്യുവാൻ സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. അല്ലാത്ത പക്ഷം കവറുകളിൽ നിങ്ങൾ വെച്ച് അത് കമ്മിറ്റിക്കാരെയോ അച്ഛനെയോ അറിയിക്കുമ്പോൾ ഞങ്ങൾ അത് വന്ന്
ഭവനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. നിങ്ങളുടെ ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ എല്ലാ ഔദാര്യ ദാനങ്ങളും സമർപ്പിക്കുവാൻ പ്രത്യേകമായി ഓർക്കുന്നു. പ്രാർത്ഥനയിൽ സഭയും സഭാജനങ്ങളെയും ഒക്കെയും ഓർക്കണമേ എന്നും കൂടെ ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കൺവെൻഷൻ പാട്ടുപുസ്തകത്തിലെ 192 പാട്ട് പാടുന്നതായിട്ടുള്ള സമയത്ത് ഓഫർ ട്രീ സ്വീകരിക്കുന്നതാണ്. ദാനങ്ങളുടെയും ദാതാവായതനും ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് നിങ്ങൾ ഇതിനോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്കിൽ സമാധാനം സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കണം ഈ വഴിപാടിനെയും വിതറിക്കുന്ന ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒടുവിൽ വിശ്വാസം ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ.
അങ്ങയുടെ സന്നിധിയിൽ അല്പ നിമിഷങ്ങളെ ചെലവഴിപ്പാൻ നീ ഞങ്ങൾക്ക് നൽകിയ ഈ ഭാഗ്യകരമായ അനുഭവത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ആരാധനയിൽ വന്നുപോയ എല്ലാ കുറവുകളെയും കർത്താവെ നീ ക്ഷമിക്കണമേ. ഞങ്ങൾ തിരുമുൻപാകെ സമർപ്പിച്ച ഞങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ ജീവിതവും കർത്താവ് നീ സ്വീകരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരിക്കുവാൻ, അനേകരെ വിമോചിപ്പിക്കുന്ന, സ്വാതന്ത്ര്യം കൊടുക്കുന്ന ജീവിതാനുഭവങ്ങളുള്ളവരായിരിക്കാൻ കർത്താവെ നിങ്ങളെ സഹായിച്ചു കൊള്ളണമേ. നിന്റെ വചനത്തെ കർത്താവെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോ ദിവസവും നിന്റെ ആത്മാവിനാൽ സഹായിക്കണം. ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്നു, ചുറ്റുപാടുകളെ സമർപ്പിക്കുന്നു. ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സമസ്തവും നിന്റെ മുൻപാകെ കൊണ്ടുവരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തയേശുവിന്റെ തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ. അല്ല ഇനി എങ്ങാണ് അച്ഛൻ മറന്നുപോയത്?